വത്സലയിലേക്കാണ്. എന്നെ കേൾക്കാമോ? അവിടെ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ആ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല എന്നറിയാം. ഇന്നലത്തെ ആ നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയമാണോ? ഭയമുണ്ട്, വിഷമമുണ്ട്. എങ്ങനെയാ ആ നിമിഷത്തെ ഒന്ന് ഓർത്തെടുക്കുക? എങ്ങനെയാണ് അവിടെ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയത്? അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരു പൊട്ട് കേട്ടപ്പോൾ അങ്ങനെ, അപ്പോൾ പിന്നെ നമുക്കറിയാലോ പെട്ടെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ എനിക്ക് ഓടി. വെടിക്കെട്ട് പുരയ്ക്കുള്ളിലായിരുന്നോ പുറത്തായിരുന്നോ ഉണ്ടായിരുന്നേ? പുറത്തായിരുന്നു ഞങ്ങള്. അതുകൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റിയത്. അതെ. ഓടി രക്ഷപ്പെട്ട സമയത്ത് ഒപ്പം സഹോദരിയും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. എങ്ങനെയാ ആ നിമിഷങ്ങളെ ഓർത്തെടുക്കാൻ പറ്റുന്നത്? പെട്ടെന്ന് ഈ ആളിക്കത്തുകയായിരുന്നോ? നിങ്ങൾ ആദ്യ ശബ്ദം കേൾക്കുന്നു, ഓടി രക്ഷപ്പെട്ട് മറയും മുമ്പ് തന്നെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയായിരുന്നു. കത്തണതൊന്നും ഞങ്ങൾ കണ്ടില്ല. അത് വലിയൊരു ശബ്ദം കേട്ടപ്പോൾ പിന്നെ ആകെ പുകയും പൊടിയൊക്കെ ആയിട്ട് ആകെ ഒരു പൊടിയൊക്കെ തൂളിയിട്ട് കണ്ണൊന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് വലിയ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് ഓടുണ്ടായത്. പിന്നെ എനിക്ക് ഓടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ട് കേട്ടായിരുന്നു. പിന്നെ അവിടേക്കൊന്നും അടുക്കാൻ പറ്റില്ലല്ലോ, അവിടേക്ക് ഒന്നും കാണാനും ഇല്ല, പുകയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എത്ര നാളായി അവിടെ ജോലിക്ക് പോകാൻ? ഞാനിപ്പോ ജനുവരിയിലോട്ട് പോയി തുടങ്ങിയതാ. ഒപ്പം ഉണ്ടായിരുന്ന സഹോദരിയും ജനുവരി മുതലാണോ അവിടെ ജോലിക്ക് പോകുന്നത്? ഇല്ല, ആള് ഫെബ്രുവരിയിലാണ് വന്നത്. ഒരുപാട് റിസ്ക് ഉള്ള ജോലിയാണല്ലോ. പേടി ഉണ്ടായിരുന്നോ ജോലി ചെയ്യുന്ന സമയത്തൊക്കെയും? എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു? ആദ്യമൊന്നും അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപകടം പിടിച്ചൊരു പരിപാടിയൊന്നും അല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ കുറേശ്ശെ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അല്ല, ആരും പറഞ്ഞിട്ടും ഒന്നുമില്ല അല്ലേ? എന്തൊക്കെ നിർദ്ദേശങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്നു? എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ, അന്വേഷിക്കുകയാണ്. നിങ്ങൾ എല്ലാം നിയമപരമായി ഒക്കെയാണോ അവിടെ ചെയ്തിട്ടുള്ളത്? അറിയില്ല, അക്കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ? അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അതിൻ്റെതായ ആവശ്യങ്ങൾ ഇല്ല, ഒന്നും അറിയില്ല. അവിടെ ജോലിയിലേക്ക് ആദ്യം കൊണ്ടുവരുമ്പോൾ പോലും അത്തരം എന്തൊക്കെ സുരക്ഷാ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിലൊന്നും കൃത്യമായ നിർദ്ദേശമൊന്നും തന്നിരുന്നില്ലേ? ഇല്ലില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപകടം ഉണ്ടായിട്ടില്ല. കുറേ കാലങ്ങളായി അവർ പണിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മാധ്യമങ്ങളൊക്കെ അല്പം മുമ്പ് ഈ അപകടം ഉണ്ടാകുന്നതിന് കുറച്ച് മുമ്പൊക്കെ വന്ന് നിങ്ങളുടെ പ്രതികരണമൊക്കെ തേടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പാട്ടും ചിരിയും ഒക്കെ ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന കണ്ടു. അങ്ങനെയാണോ എല്ലായ്പ്പോഴും? നിങ്ങൾ അത്രയും സന്തോഷത്തിൽ തന്നെ ഒരുമിച്ച് കഴിയുന്നവരായിരുന്നോ? അങ്ങനെയായിരുന്നു. അത് ഉച്ചയ്ക്ക് മുമ്പ് വരെ. പക്ഷെ ഉച്ച തിരിഞ്ഞപ്പോഴല്ലേ സംഭവം ഉണ്ടായത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വിഷമമായി. അതുവരെയൊക്കെ നല്ല സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പേടിയും വിഷമമൊന്നും ഇല്ലാത്തതാണല്ലോ. എല്ലാവരും കൂടി പണിയുമ്പോൾ അതൊരു സന്തോഷം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേപോലെ അല്ല. ഈ ചെയ്യുന്ന ജോലിയുടെ റിസ്കിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആശങ്കപ്പെട്ടിരുന്നില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നല്ലൊരു സുഖം പിടിച്ച പണി പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ പോയി തുടങ്ങിയപ്പോൾ പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ പറ്റി ഞങ്ങൾക്ക് പേടിക്കേണ്ട വിഷമിക്കേണ്ട ഒരാവശ്യം ഒന്നുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് വിഷമായി. അതിൽ ഒപ്പം ഉണ്ടായിരുന്ന കുറേ മനുഷ്യർ അതിൽ
അവരിൽ ചിലർ ഇപ്പോൾ ഇല്ല എന്ന ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായിട്ടുണ്ടോ? വിഷമമുണ്ട് ആ കാര്യത്തിൽ. നമ്മുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾക്കാരല്ലേ, അവർ വിട്ടുപോയപ്പോൾ വിഷമമുണ്ട്. കാണാതായ മനുഷ്യരുണ്ട്, മരിച്ചു എന്ന് സ്ഥിരീകരിച്ചവരുണ്ട്. അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചോ, അതോ അതിന് പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണോ നിങ്ങൾ? അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു. അത് ഞങ്ങൾ പണിയണത് വേറൊരിടത്തിലും അവർ പണിയണത് വേറൊരു സ്ഥലത്തായിരുന്നു. അത് കാരണം അങ്ങനെ തമ്മിൽ കാണാനൊന്നും പറ്റുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റിയത് അല്ലേ? അങ്ങനെ ആശ്വസിക്കുകയാണോ ഇപ്പോൾ? അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊക്കെ നിറയെ മരുന്നൊക്കെ ഇരിക്കണത് തന്നെ. ഒരു തീപ്പൊരി വന്ന് പെട്ടാൽ ഞങ്ങളെ കൂടെ ഒക്കെ കത്തിപ്പോണ്ടതായിരുന്നു. അങ്ങനെ അവിടുത്തെ വന്നില്ല. പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്തേക്കൊക്കെ ഈ കരിഞ്ഞ പുല്ലുകളൊക്കെ കത്തിരി ഞങ്ങൾ കണ്ടു ഓടുമ്പോൾ അങ്ങനെ കത്തി പിന്നെ ഞങ്ങൾ ഓടുമ്പോൾ ഇങ്ങനെ ഒപ്പം വരുമായിരുന്നു. അവിടെയും കുറേ മരുന്നൊക്കെ ഞങ്ങൾ പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം മരുന്നിലേക്കൊന്നും അപ്പം പിടിച്ച് കണ്ടില്ല. പിന്നെ തിരിഞ്ഞു നോക്കാനൊന്നും പോയില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ ഓടി. അത് കാരണം പിന്നെ അതെന്തുണ്ടായെന്ന് അറിയാൻ പറ്റില്ല. ചേച്ചിക്ക് അറിയുമോ അവിടെ ആ സമയത്ത്, ഈ അപകടം നടക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ ദിവസേന അറ്റൻഡൻസോ അല്ലെങ്കിൽ ഇത് രേഖപ്പെടുത്തുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ചില ദിവസമൊക്കെ ചില ആൾക്കാർ കുറയും, ചിലപ്പോൾ കൂടും. അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങൾ കാണാറുമില്ല. പലയിടത്തും ഇരിക്കുക കാരണം എത്ര ആളുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരികയിൽ ഒരുമിച്ച് എല്ലാവരും വരില്ല. ഓരോരുത്തർക്കും ഓരോ തരം പണിയാകുമ്പോൾ അവർക്ക് ഒരുമിച്ച് വരാൻ പറ്റില്ല. അപ്പം അങ്ങനെ എല്ലാവരും ഞങ്ങൾ കാണില്ല. പിന്നെ ഈ പണിയെടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ കുറേ വിശ്രമമൊന്നുമില്ല. അപ്പോൾ പണി കഴിഞ്ഞവർ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അവരവർ പണിക്ക് പോയിരിക്കും. അപ്പോൾ പിന്നെ മറ്റുള്ളവർ വരണതും കഴിക്കുന്നതും പോണതും ഞങ്ങൾ കാണാറില്ല. അങ്ങനെ കൃത്യമായിട്ട് ആൾക്കാരെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എത്ര പേരുണ്ടായിരുന്നു എന്നതാ കൃത്യമായി അറിയില്ല. ആരാണ് ഈ ജോലിയിലേക്ക്? ഇന്നലെ 40 ആൾക്കാരുണ്ടായിരുന്നു പറയണത്. ഈ സതീശനെ അറിയുമോ? പുള്ളിയാണോ? അത് ഞങ്ങളുടെ അടുത്തൊരു ബന്ധുവുണ്ട്, അവരോട് അവിടെ. അതെ, അവരേനെയൊക്കെ പരിചയമുണ്ട്. ഞങ്ങൾ മുമ്പും പണിക്ക് പോയിട്ടൊക്കെ അവരെ പരിചയമുണ്ട്. അപ്പോൾ അവർ വിളിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. ഇപ്പോൾ ചെയ്തിരുന്നത് ആ ജോലിയാണ്, ഇങ്ങനെ വലിയ ഒരു അപകട മേഖലയിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി ആ ജോലി ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ടോ? ഇനി കുറച്ച് വിഷമമുണ്ട്. ഇനി ഒന്നാമതവിടെ ആരും പണിയിപ്പിക്കില്ല. പിന്നെ ഇപ്പം അതിനെപ്പറ്റി ഇപ്പോൾ വിഷമമുണ്ട്. ഇനി അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവില്ല അല്ലേ? ഇല്ല. വീട്ടില് ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായാലും നാട്ടുകാരൊന്നും ഞങ്ങളെ പറഞ്ഞയക്കില്ല. ആദ്യം തന്നെ പോകുമ്പോൾ ഞങ്ങളോട് പോകണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. വീട്ടുകാരെ പിന്നെയും സഹിക്കാം, നാട്ടുകാരാണ് തീരെ പോകാൻ സമ്മതിക്കാണ്ട് നിന്നിരുന്നത്. അവർ ഇപ്പോഴേ പറയുന്നുണ്ട് ഇനി മേലിൽ അങ്ങനത്തെ പണിക്കൊന്നും പോകരുതെന്ന്. നേരത്തെ അപ്പോൾ നാട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു ഇല്ലേ? ഇതിൻ്റെ ഇങ്ങനെ ഈ ജോലിയുടെ അപകടം എന്നത് പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അത് ഞങ്ങളതൊന്നും കണക്കാക്കാണ്ട് പോയി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. സാമ്പത്തിക പ്രശ്നങ്ങളാണോ ഇങ്ങനെ ഒരു റിസ്ക് പിടിച്ചൊരു ജോലിക്ക് പോകാനുള്ള കാരണം? അതെ. പണിക്ക് പോയിട്ട് വേണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിയുക. അപ്പം നമുക്ക് എവിടെയെങ്കിലും പണി ഉണ്ടായി പോകണം എന്നല്ലേ വിചാരം ഉണ്ടാവുക. അതുകൊണ്ടൊക്കെയാണ്. എന്നും ഞങ്ങളുടെ നാട്ടിൽ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് കിട്ടുമ്പോൾ നമുക്കൊരാശ്വാസമല്ലേ. അതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയല്ലേ പിന്നെ അവിടെ വേറെ വരണതും. അങ്ങനെ പോകുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി ആ ധൈര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവരോട് സംസാരിച്ചോ? എല്ലാവരും വീട്ടിൽ പറഞ്ഞോ? ഞങ്ങൾ ചേച്ചി, അനിയത്തി, ഒരാങ്ങളെയും ഭാര്യ, അവരെ കുട്ടിയും. ഓക്കെ, ഞാൻ ഒന്ന് തിരിച്ചെത്താം.
നമ്മളോടിപ്പോൾ സംസാരിച്ചത് വത്സലയാണ്. ഇന്നലെ ഭാഗ്യം കൊണ്ട് മാത്രം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ തൊഴിലാളിയാണ്. നമ്മളെപ്പോലെ ഉള്ളവരല്ലേ അവിടെ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഇതുവരെ ഭയമില്ലാതെ ആ ജോലി ചെയ്തു. പക്ഷേ ഇനി അങ്ങനെ പറ്റുമോ എന്നറിയില്ല എന്ന കാര്യമാണ് പറയുന്നത്. ജോലി വേണം, ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്, ആ ഘട്ടത്തിൽ ആ ജോലിക്ക് പോയി എന്ന കാര്യമാണ് വത്സല സൂചിപ്പിച്ചത്. ഒപ്പം സഹോദരിയും അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഇരുവർക്കും ആദ്യ പൊട്ടിത്തെറി കേൾക്കുമ്പോൾ തന്നെ രക്ഷപ്പെട്ട് ഓടാൻ കഴിഞ്ഞു. അതുകൊണ്ട് രണ്ടുപേരും ഇപ്പോൾ ജീവനോടെയുണ്ട്. പക്ഷേ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യർ ഇപ്പോൾ കൂടെയില്ല എന്നത് അവരെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ദുഃഖം ഉണ്ട്. അവർക്കിപ്പോഴും എന്താണ് സംഭവിച്ചത് എന്നത് ഉൾക്കൊള്ളാനാകാത്ത ഒരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഓരോ മനുഷ്യരുടെയും അവസ്ഥ. രക്ഷപ്പെട്ട് ഓടിയവർക്ക് പോലും തങ്ങൾക്കൊപ്പമുള്ളവർ എല്ലാം എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്തതിൻ്റെ വലിയ ബുദ്ധിമുട്ടിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.